എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തിലാണ്, കാരണം ഒരു നാഷണൽ ഡ്രൈവ് അങ്ങനെ നമ്മുടെ നാട്ടിലും കൊച്ചിയിലും വന്നിരിക്കുകയാണ്. സ്കോഡയുടെ ഡ്രൈവ് ഇവൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുഷാക്കിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. കാരണം കുഷാക്ക് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നല്ലൊരു വാഹനമാണ്, വളരെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലൊക്കെ വരുന്നൊരു വാഹനമാണ്. അപ്പം ഈ ഒരു വാഹനത്തിനകത്ത് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് മുതൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ബേസ് വാഹനം എടുത്താലും നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറിലൊന്ന് സൺറൂഫൊക്കെയാണ്. സൺറൂഫൊക്കെ ബേസ് വേരിയൻറ്റ് മുതലുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതൊക്കെ ലക്ഷറി കാറുകളിൽ മാത്രം കാണുന്നതാണ്. അതെല്ലാം ഈ ഒരു വാഹനത്തിനകത്തും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് മെയിനായിട്ട് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ വന്ന മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. ഫ്രണ്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു DRL യൂണിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ കണക്റ്റഡ് ആയിട്ടാണെന്ന് പറയാൻ പറ്റില്ല. കണക്റ്റഡ് ഇൻറ്റേർണലി കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ഗ്രില്ലിൻ്റെ സ്ലോട്ട് അതിൻ്റെ മുകളിലോട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ വിട്ടാണ് വരുന്നത്. രാത്രി നല്ല രസമായിരിക്കും. കിഡിലായിട്ടുള്ള റോഡ് പ്രസൻസ് ആയിരിക്കും വണ്ടിക്ക് നൽകുക എന്നുള്ളത്. നമുക്ക് പൊതുവേ 8 കളേഴ്സിലാണ് പുതുതായിട്ട് നമുക്ക് വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 6 വേരിയൻറ്റ് ട്രിംസ് ഉണ്ട്. അതുപോലെ ഒരു 11 തരത്തിലുള്ള പ്രൈസ് ലെവൽ ബ്രാക്കറ്റിംഗും ഉണ്ട്. അതായത് 11 തരത്തിലെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാനുവലൊക്കെ ചേർന്ന ഓരോ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല 11 തരത്തിലുള്ള പ്രൈസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് പല ബഡ്ജറ്റുള്ളവർക്കും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ കുഷാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫേസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗ്രില്ലുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫേസൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഫോഗ് ലാമ്പൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പാർക്കിംഗ് സെൻസേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. വേറെ ഡയമെൻഷൻ വൈസിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഈ വാഹനത്തിനകത്ത് വന്നിട്ടില്ല. നമുക്കിനി സൈഡിലേക്ക് ഒന്ന് പോകാം. സൈഡിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് 17 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വാഹനത്തിനകത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ വേരിയൻസിലും ബേസ് വേരിയൻറ്റ് മുതൽ എല്ലാ വേരിയൻസിനകത്തും അലോയ് വീൽസ് വന്നിട്ടുണ്ട്. കാരണം ഡിഫറൻറ്റ് സ്റ്റൈലിംഗ് ആയിരിക്കും, പക്ഷേ അലോയ് വീൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്കോഡയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. പിന്നെ ഇത് നമുക്ക് മിറേഴ്സിലേക്കൊക്കെ വരികയാണെന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സീക്വൻഷ്യലായിട്ട് വരുന്ന ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതും ഈ പറയുന്ന പോലെ എല്ലാ വേരിയൻസിനകത്തും കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത് ലൈക്ക് ഇതിൻ്റെ ബേസ് എടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അത്യാവശ്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി സൈഡിലേക്ക് A പില്ലറും B പില്ലറും ഒക്കെ ഇവിടെ കാണാം. നമുക്കിവിടെ ഗാർണിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ നല്ല സിൽവർ ഫിനിഷിലുള്ള അതായത് ഈ ഒരു ഭാഗമൊക്കെ സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ഡീക്രോം ചെയ്തിരിക്കുന്ന ഒരു റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷനിലാണെന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം ബലം അതിന് വെയിറ്റ് അതിനകത്ത് മുകളിൽ കയറ്റാൻ പറ്റും തോന്നുന്നില്ല. എങ്കിലും അതൊക്കെ ഒരു ഭംഗിയുടെ എലമെൻ്റ് ആയിട്ട് മൊത്തത്തിൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടയർ സെറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഫ്രണ്ടിൽ ഡിസ്കിൽ ബ്രേക്കുകളും ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്സാണ് വന്നിരിക്കുന്നത്. പക്ഷേ 1.5 ലിറ്ററിൻ്റെ എഞ്ചിൻ വരുന്ന വാഹനങ്ങളിനകത്ത് ഇതിനകത്ത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്കായിട്ട് വരുന്നിട്ട് കാണാം. പിന്നെ ബാക്ക് പ്രൊഫൈൽ വളരെ മനോഹരമാണ്. ചെറിയ ചേഞ്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു യൂണിറ്റാണ്. LED ആ ഒരു യൂണിറ്റ് കണ്ടില്ലേ, ഒറ്റ യൂണിറ്റ് വരുന്നതിനകത്ത് സ്കോഡ എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്കോഡ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള റൈറ്റിംഗ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ പാറ്റേൺസ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമുക്കിവിടെ ഏറ്റവും മുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഷാർഫിൻ്റെ ആൻറ്റ കാണാം. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്പോയിലർ ഉണ്ട്, ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്, ഡീഫോഗുള്ള ഗ്ലാസസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഈ വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേരിയൻസിനകത്ത് സ്റ്റാൻഡേർഡാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റിനകത്ത് മാത്രമാണ് പല ബ്രാൻഡുകളും കൊടുക്കുന്നത്. പക്ഷേ ഈ വാരത്തിലേക്ക് വരുമ്പോൾ ഇത് സ്റ്റാൻഡേർഡാണ് വരുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കുഷാക്ക് എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതായത് വേരിയൻസിൻ്റെ ബാഡ്ജിങ് ഒന്നും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. 1 ലിറ്റർ ടേബോ ആണ് ഉള്ളൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളൊരു 1.5 ലിറ്ററാണ് വരുന്നത്. എല്ലാം പെട്രോൾ എഞ്ചിൻ മാത്രമേ ഈ വാഹനങ്ങൾക്കുള്ളൂ. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ടർബോയിൽ നമുക്ക് പുതുതായിട്ട് ഒരു ഗിയർ ഓപ്ഷനും കൂടെ ഉണ്ട്. 8 സ്പീഡ് ഒരു ടോർക്ക് കൺവെർട്ടർ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1.5ലേക്ക് വരുമ്പോൾ ഒരു 7 സ്പീഡ് DSC ഗിയർ ബോക്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റേണലി ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്കിനി വാഹനത്തിനകത്തേക്ക് പോവാം. അകത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുണ്ട് എന്ന് വേണം പറയാം. ലെതറേറ്റ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. 6 അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ടിലെ 2 സീറ്റുകളും നമുക്ക് വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ലൊരു എക്സിക്യൂട്ടീവ് പ്രീമിയം ലുക്ക് തന്നെയുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒരു ഡോർ പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കാരണം ഇവിടെ ആ ഇൻറ്റീരിയർ ആ തീമിനനുസരിച്ചാണ് ഇവിടെ ഒരു സോഫ്റ്റ് ലെതർ മെറ്റീരിയൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. നമുക്ക് സ്പീക്കറിൻ്റെ സെറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്കിനി സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റിയറിംഗ് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഗാർണിഷിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കാണാം, വാഹനത്തിനകത്ത് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്റ്റിയറിംഗിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ക്ലസ്റ്റർ
വരുന്ന സമയത്തേക്ക് ക്ലസ്റ്റർ കുറച്ച് വലിപ്പം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ക്ലസ്റ്റർ 10.25 ഇഞ്ച് വലിപ്പമുള്ള വലിയ ക്ലസ്റ്ററാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് മൾട്ടി കളേർഡാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലസ്റ്ററാണ്. അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. അതിലേക്ക് വരാൻ 10 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കണക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗൂഗിൾ പവേർഡ് AI ഉള്ള ഒരു സംവിധാനമാണ്. കാരണം ലൈക്ക് ഗൂഗിൾ എന്ന് പറയുമ്പോൾ ലോകത്തിലെ സകല ഡാറ്റ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഈസിലി നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ക്ലൈമറ്റ് കൺട്രോളായിട്ട് വരുന്ന അല്ലെങ്കിൽ ക്ലൈമറ്റ് കൺട്രോളായിട്ട് വരുന്ന AC കാര്യങ്ങൾ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയയെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. എന്താണെങ്കിലും പക്കാ പ്രീമിയം ആയിട്ടാണ് ഒരു ഫീൽഡിലാണ് വന്നിരിക്കുന്നത്. എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൺറൂഫിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ബേസ് വേരിയൻ്റ് മുതൽ സൺറൂഫ് ഉണ്ട്. ഇത് കണ്ടോ, അത്യാവശ്യം വലിയ സൺറൂഫാണ് നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുന്നത്. മറ്റേ സാധാരണ ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്തേക്കാണ് ചെറിയ സൺറൂഫൊക്കെ. എന്തായാലും സൺറൂഫ് ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് റോയിൽ നിന്ന് പറയാനുള്ളത്. നമുക്കിനി ബാക്ക് റോയിലേക്ക് വരാം. ബാക്ക് റോയിലേക്ക് വരുന്ന സമയത്തേക്ക് കുറച്ച് ലക്ഷറി ആണെന്ന് പറയാം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇഷ്ടം പോലെ ലെഗ് റൂം ഉണ്ട്. അത് ഒരു വലിയൊരു ആമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതിന് മസാജർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലിരിക്കുന്നവർക്ക് മസാജർ ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലിരിക്കുന്നവർക്ക് വെന്റിലേറ്റഡ് സീറ്റുമാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 3 ലൈക്ക് ഈ പറയുന്ന റോസിനും നമുക്ക് ഇവിടെ ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ഇവർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം മാർച്ച് മാസത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്. ഇതെല്ലാവരും നോക്കുന്നത്, സ്കോഡ എന്ന് പറയുന്ന ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർ പലരും വാങ്ങിക്കുന്ന വാഹനങ്ങളൊന്നാണ് ഈ ഒരു കുഷാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളാണ് പൊതുവെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് രൂപേണ എഴുതുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.